നാളെ വിഷുദിനം. ഏവർക്കും വിഷുദിനാശംസകൾ നേരുന്നു. അപ്പോൾ വിഷു അടിച്ച് പൊളിക്കുമല്ലേ. കേരള സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി. അതാണ് ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഐ എം സീന. വെൽക്കം ടു മൈ ചാനൽ. മസാലയും തേങ്ങയും തൈരും ചേർന്ന ഈ കറിയിൽ പാകമായ മാമ്പഴത്തിൻ്റെ മധുരവും തൈരിൻ്റെ പുളിയും ഒത്തുചേർന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? എല്ലാവർക്കും ഇത് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇതിനു വേണ്ട ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാകമായ മാങ്ങ ഇല്ലെങ്കിൽ നാട്ടുമാങ്ങ 2 എണ്ണം, ചെറിയ ഉള്ളി 10 എണ്ണം, കട്ടിയായ പുളിച്ച തൈര് 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര 1/4 ടീസ്പൂൺ, ഓപ്ഷനിലാണേ. ഇനി അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: തേങ്ങ ചിരകിയത് 1 കപ്പ്, വെളുത്തുള്ളി 3 എണ്ണം, ജീരകം 1/4 ടീസ്പൂൺ, ചെറിയ ഉള്ളി 3. താളിക്കാൻ വേണ്ട സാധനങ്ങൾ: വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ചെറിയ ഉള്ളി 6 എണ്ണം നുറുക്കിയത്, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 1 തണ്ട്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് ഇത് വേണ്ടത്. ഞാൻ അത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഇതിൻ്റെ മാങ്ങയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി തയ്യാറാക്കാൻ വേണ്ടത്: മാങ്ങ കഴുകി തൊലി നീക്കി ചെറിയ കഷ്ണങ്ങളാക്കുക. ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി നുറുക്കിയൊക്കെ വെക്കണം. ഒരു പാനിൽ മാങ്ങ, ഉപ്പ്, പച്ചമുളക്, 1/4 കപ്പ് വെള്ളം, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് 8-10 മിനിറ്റ് വേവിക്കണം. മാങ്ങ മൃദുവായാൽ അത് വേവിച്ച് വന്നിട്ട് മാങ്ങ മൃദുവായി വരും. അപ്പോൾ നല്ലപോലെ ഒരു 10 മിനിറ്റ് അത് വെന്ത് കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേക്കിന് ഈ മാങ്ങ നല്ല സോഫ്റ്റ് ആകും. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നമുക്കതിന് മുമ്പേ തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം എന്നിവ ചേർത്ത് നല്ലതുപോലെ വെണ്ണ പോലെ അരച്ചെടുക്കണം. തൈരും കൂടി അല്പം ഉപ്പും ചേർത്ത് അടിച്ച് വെക്കണം കേട്ടോ. ഇത് നല്ലതുപോലെ മാഷ് ചെയ്തതിന് ശേഷം അരച്ച തേങ്ങ പേസ്റ്റ് ചേർത്ത് ഇളക്കി ചെറുതായി വേവിക്കണം. ഈ തേങ്ങ അരപ്പ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര്, ഉപ്പും ചേർത്താണ് ഉടച്ച് വെച്ചിരിക്കുന്നത്, ആ തൈരും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം. ഓർക്കുക, ഇത് രണ്ടും ഒരിക്കലും തിളച്ച് പോകരുത്. തേങ്ങ ചേർത്താലും തൈര് ചേർത്താലും ഈ സംഭവം ഒരിക്കലും തിളയ്ക്കാൻ വിടരുത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശകലം ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് താളിച്ചൊന്നെടുക്കണം. പാനിൽ തേങ്ങ, വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി വരുമ്പോൾ അതിനകത്ത് കടുക് പൊട്ടിച്ച്, കടുക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ശകലം കൂടുതലിട്ടിട്ടുണ്ട്, പൊട്ടിക്കുക. ഉലുവ അതിനോടൊപ്പം ചേർക്കണം. അതിൻ്റെ കൂടെ ഉണക്കമുളക് കൂടി ചേർക്കുക. വറ്റൽ മുളകെന്നും നമ്മൾ പറയും. അതുകൂടി ചേർക്കുക. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ചെറിയ ഉള്ളി കൂടി ചേർക്കണം. ചെറിയ ഉള്ളി ഒത്തിരി കനം കുറച്ച് അരിഞ്ഞിട്ടില്ല, ഇച്ചിരി കട്ടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇതും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഗോൾഡൻ കളർ ആകുന്നത് വരെ മൂപ്പിക്കണമെന്നില്ല, പക്ഷേ അതാണ് നല്ലത്. ഇച്ചിരി കട്ടിയായിട്ടല്ലേ ഇതൊക്കെ ഇച്ചിരി ഇതൊന്നും കടിക്കുന്നതും നല്ലതാണ്. അതിനുശേഷം കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ശകലം കുരുമുളക് പൊടി ചേർക്കണം. അതൊരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് മാങ്ങയുടെ കൂടെ, പക്ഷേ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നത് ഒരുപാട് നല്ലതാണ്. അത് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അത് താളിപ്പ് റെഡിയായിട്ടുണ്ട്. ഇത് നമ്മുടെ വെന്തിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർക്കുക. ഓക്കെ, ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറിയിൽ ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് മിസ്സാക്കാതെ എല്ലാവരും ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയല്ലേ.
സാധാരണയായി മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്ന നാട്ടുമാങ്ങ അല്ലെങ്കിൽ പുളിശ്ശേരി മാമ്പഴം എന്നൊക്കെ പറയും ഉപയോഗിച്ചാണ്. എന്നാൽ ആ പ്രത്യേക ഇനം മാങ്ങ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാരണ പാകമായ മാങ്ങ ഉപയോഗിച്ചാണ് ഇവിടെ തയ്യാറാക്കിയത്. മാങ്ങ അതിൻ്റെ തന്നെ ജ്യൂസിലാണ് നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കാൻ ഞാനൊരു ശകലം വെള്ളം ചേർത്തിട്ടുണ്ട്. മസാലയും തേങ്ങയും ചേർത്തപ്പോൾ അതേപോലെ രുചികരമായൊരു ഫലവും ലഭിച്ചിട്ടുണ്ട്. ഒറിജിനൽ മാങ്ങ വെച്ചുണ്ടാക്കുന്ന പോലത്തെ ഫലവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. സീന സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.